മനോജ് കെ ജയൻ ഓൺലി ക്ലാസി ഫിലിംസ് മാത്രമേ വരുന്ന ഒരു ആക്ടറാണ്. കൊമേഴ്സ്യൽ അടിപിടി ആക്ഷൻ പടങ്ങളിലൊക്കെ പുള്ളി വരണം. പെട്ടെന്ന് സ്ത്രൈണം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആണായിട്ട് മാറുന്നത് അത് ടഫാണ്. നമുക്ക് അതിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചു ഇതെങ്ങനെ ചെയ്യാൻ പോകും, അപ്പൊ ഇതെടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നോക്കാം. ചിത്രചേച്ചിയുടെ ഈ ആയിരക്കണക്കിന് അല്ലെ 10,000-കണക്കിന് പാട്ടുകൾ എടുത്താൽ ഏറ്റവും നല്ല മലയാളത്തിൽ 10 ഗാനങ്ങൾ ചിത്രചേച്ചെടുത്താൽ രാജകൃഷ്ണൻ ഉണ്ടാവും. അത്ര നല്ല ഇമേജ് നിൽക്കുമ്പോൾ ഒരു കൊടും ക്രൂര വില്ലനെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴും എന്നിലെ അന്നത്തെ ആക്ടർ പോലും ചിന്തിച്ചത് ഇതൊരു ക്യാരക്ടറാണ്, ഇത് വില്ലനോ മറ്റൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പൊ അവസാനം മാല ഊരിയിട്ട് പുള്ളി ഇടിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ഡിഫറെന്റ് നല്ല ഒരു താടിയൊക്കെ വളർത്തിട്ടുണ്ട്. സ്വാമിഷാണ് ഈ മാടമ്പി തറവാടുമായിട്ടുള്ള കടുത്ത വൈരാഗ്യവുമായിട്ട് നടക്കുന്ന ദുർമന്ത്രവാദിയായ ബ്ലാക്ക് മജീഷ്യനായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും കണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടർ പെട്ടുപോകുന്ന ക്യാരക്ടറാണ്. സമയത്തിൽ ആൻഡ് ഒരു ഇളകി ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് അതൊന്ന് മോഹൻലാലിന് ലാലേട്ടന് വേണ്ടി ആദ്യം ഫിക്സ് ചെയ്തതാണ്. ഇത് ആക്ച്വലി തിലകൻ ചേട്ടനും മോഹൻലാലിനും വെച്ചിട്ട് സെവനാഴ്ച പ്ലാൻ ചെയ്ത പടമാണ്. ചരിത്രത്തിന്റെ ഭാഗമാണ് തലക്കൽ ചത്തുവിന്റെ പേരിൽ ക്ഷേത്രം വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നോട് ആദ്യം സാറ് ഈ കഥ പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പോകുന്ന തലക്കൽ ചന്തുവാണ്, അറിയാമോ അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് വടക്കൻ സൈഡ് ക്ഷേത്രം മറ്റൊന്നൊരു ശ്രയണം മാത്രമല്ല, അവർക്ക് ഒരുപാട് ആഴത്തിലുള്ള വിഷയങ്ങളുള്ള ഒരു വലിയ വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ അത് നമ്മുടെ മുഖം ചുമ്മാ തമാശക്കളിയല്ല. മറ്റേ വേറെ ചില പടങ്ങളിലൊരു മറ്റേ ഈ ഡാൻസ് പഠിച്ചിട്ട് കുട്ടികൾക്ക് ഡാൻസ് പഠിച്ചിട്ട് എത്താൻ പാടുമെന്ന് പറയുന്ന ആ സാധനം അല്ല. ശരിക്കും ഈ കൊമേഴ്സ്യൽ സിനിമയിലും അവാർഡ് സിനിമ വാർത്തൽ സിനിമ എന്ന് പറയാം ഒരുപോലെ ശോഭിക്കാൻ എങ്ങനെയാണ് തകർന്നു കഴിഞ്ഞത്? അതിന് ചില ഉദാഹരണ പടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കാം. ഇപ്പം ഞാൻ സർഗം, ഗസൽ, കുടുംബസമേതം, വെങ്കലം, ചമയം ഇങ്ങനെയുള്ള ഈ ക്ലാസിക് സിനിമകൾ മാത്രം അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് പലർക്കും ചില അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളല്ലാത്തവരൊക്കെ പൊതുമധ്യത്തിലൊക്കെ പറയാറുണ്ട് മനോജ് കെ ജയൻ ഓൺലി ക്ലാസി ഫിലിംസ് മാത്രമേ വരുന്ന ഒരു ആക്ടറാണ്. കൊമേഴ്സ്യൽ അടിപിടി ആക്ഷൻ പടങ്ങളിലൊക്കെ പുള്ളി വരണം. അങ്ങനെ അഭിപ്രായം വന്നപ്പോഴത്തേക്കാണ് ഈ പാളയം എന്ന സിനിമ വരുന്നത്. സുരേഷ് ബാബുവിന്റെ അഭിനയിച്ചൊന്നുമില്ല, അത് പിന്നെ രസമാണ്. അവന്റെ സുഹൃത്തിന്റെ സമയത്ത് നമുക്ക് അതിനകത്ത് പറഞ്ഞു. സുഹൃത്തപ്പം അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം പാളയം ഓൾറെഡി റിലീസായി കഴിഞ്ഞു. അപ്പൊ അതിലേക്കെത്താൻ ഞാൻ അപ്പൊ ഇങ്ങനെ ഈ പാളയത്തിൽ ഇങ്ങനെ അവസരം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതിന്റെ അഭിപ്രായം ഉണ്ടെന്ന് മാറ്റിക്കളയാം, കൊമേഴ്സ്യൽ സിനിമകളിലേക്കും വരാം, ആക്ഷൻ സിനിമകളിൽ വരാന്നുള്ളത് ഇമേജ് മാറും. നന്നായിട്ട് ഭയങ്കര ഹിറ്റായിട്ട് ഓടി. അപ്പൊ അതോടുകൂടി കൊമേഴ്സ്യൽ സിനിമയിൽ അതൊരു ഒരു 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 സ്റ്റാമ്പ് നമ്മൾ കൊടുക്കണം, എന്നാലേ പിന്നെ അത്തരം സിനിമകൾ വരും. അതുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ സിനിമകളിലും അല്ലെങ്കിൽ ക്ലാസിക് സിനിമകളിലും ഒരുപോലെ അല്ലെങ്കിൽ തീരെ മനോരമ പടങ്ങളിലും ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തരം പടങ്ങളിലും പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുള്ളതാണ്. നമ്മളൊരു പ്രത്യേകതരം പാതയിലൂടെ മാത്രമല്ലാതെ സിനിമകളും കഥാപാത്രങ്ങളും മാക്സിമം വേറിട്ട രീതിയിൽ ചെയ്യാൻ എക്കാലത്തും ശ്രമിക്കാറുണ്ട്. എന്റെ ലക്ഷ്യം അത് മാത്രമാണ്. അല്ലാതെ ചില കോമ്പിനേഷൻസ് എസ്പെഷ്യലി മുരളി ആ കോമ്പിനേഷൻ മലയാളികൾ ഇരു കൈ നീട്ടി സ്വീകരിച്ച കോമ്പിനേഷനാണ്. പിന്നെ എത്രയോ നല്ല സിനിമ ചമയം, വെങ്കലം, ചമയം, സ്നേഹസാഗരം, വളയം. പിന്നെ വളരെ നെഗറ്റീവാണ്, ഹീറോയിക് നെഗറ്റീവാണ്, ഹീറോയിക് വില്ലൻ ക്യാരക്ടർ, ഈക്വലി ഗുഡ്. അതുകൊണ്ടാണ് അത് കമ്മിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ സർഗം പോലെ പടം ഇറങ്ങി അത്ര നല്ല ഇമേജ് നിൽക്കുമ്പോൾ ഒരു കൊടും ക്രൂര വില്ലനെ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അപ്പോഴും എന്നിലെ അന്നത്തെ ആക്ടർ പോലും ചിന്തിച്ചത് ഇതൊരു ക്യാരക്ടറാണ്, ഇത് വില്ലനോ മറ്റൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. ഇതുപോലെ രോഹിദാസിന്റെ രചനയിൽ നിന്നൊരു ക്യാരക്ടർ സിനിമയിൽ സംവിധാനം ചെയ്യുന്നു. മുരളിച്ചേട്ടനോട് വീണ്ടും ഒരു കോമ്പിനേഷൻ, ഇത് ചെയ്യാം, ഇനിയിപ്പോ ആളുകൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്തതാണ്. അതൊരു ചലഞ്ചിങ് ആയിട്ട് ഒരു വിപ്ലവകരമായ തീരുമാനം എടുത്ത് ചെയ്തതാണ്. അല്ലെ അന്ന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മുരളിച്ചേട്ടായിട്ട് അങ്ങനെ ഭയങ്കര അടുപ്പം ഞങ്ങള് സെറ്റിൽ കാണുമ്പോഴാണ് കൂടുതൽ, അല്ലാതെ രാത്രി ആകുമ്പോഴത്തേക്കും ഒരു വേറെ സദസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പുള്ളി അതൊക്കെ കഴിക്കുന്ന ആളായിരിക്കാം, പക്ഷെ ഞാൻ റൂമിലൊന്നും അങ്ങനെ സ്ഥിരം പോയിരിക്കോ കാണാറൊന്നുമില്ല. റൂമിൽ ഒരു പ്രാവശ്യം ഈ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുക 4-5 പടം ചെയ്തിട്ടുണ്ട്.
ഒരു ദിവസം പോലും ഒരു വൈകുന്നേരത്തിലോ രാത്രിയിലോ അദ്ദേഹത്തിന്റെ റൂമിൽ പോയിരിക്കുകയോ സൗഹൃദ സംഭാഷണത്തിനോ അല്ലെങ്കിൽ 2 സ്മോൾ അടിക്കാനോ ഒന്നും ഞാൻ പോയിട്ടേ ഇല്ല. സെറ്റിൽ കാണുമ്പോഴേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ള മലയാളം കണ്ട ഏറ്റവും നല്ല പ്രതിഭകളായ ആക്ടേഴ്സിൽ ഒരാളാണ് മുരളിച്ചേട്ടൻ. എന്തൊരു ആക്ടറാണല്ലേ. നിങ്ങൾ തമ്മിലുള്ള ഒരു ചമയത്തിലെ ഒരു കോമ്പിനേഷൻ ആസ്വം മലയാള സിനിമാ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല. അത് പാടാത്ത ഒരു ഗാനങ്ങളക്കാരില്ല. പക്ഷെ അതില് വേറൊരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയുടെ ഈ 1000കണക്കിന് അല്ലെ 10000കണക്കിന് പാട്ടുകൾ എടുത്താൽ ഏറ്റവും നല്ല മലയാളത്തിലെ 10 ഗാനങ്ങൾ ചിത്ര ചേച്ചി എടുത്താൽ രാജഹംസം ഉണ്ടാവും. രാജഹംസം വേറെ പ്രത്യേകമുണ്ട്. ഏത് TV പ്രോഗ്രാമിലായാലും ഏത് റിയാലിറ്റി ഷോയിലൊക്കെ എവിടെ പിള്ളേർ പാടി താർക്കുന്ന പാട്ട്. അപ്പൊ ആ പാട്ടിൽ ഞാനും സിത്താരയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മലയാളത്തിൽ ചിത്ര ചേച്ചി തന്നെ ഏറ്റവും നല്ല മനോഹരമായ വിഷ്വലൈസ് രാത്രി അത് ചാവക്കാട് കടപ്പുറത്ത് 2 രാത്രി ഷൂട്ട് ചെയ്തതാണ്. ചാവക്കാട് കടപ്പുറത്ത് രാത്രി ഒരു 9:30-10 മണിയാകുമ്പോൾ ലൈറ്റപ്പ് തുടങ്ങും. 2 മണി വരെ ഷൂട്ട് ചെയ്യും. സമയത്തിൽ ആൻഡോ ഒരു ഇളകി ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് അതൊന്ന് മോഹൻലാലിന് ലാലേട്ടന് വേണ്ടി ആദ്യം ഫിക്സ് ചെയ്തതാണ്. ഇത് ആക്ച്വലി തിലകൻ ചേട്ടനും മോഹൻലാലിനും വെച്ചിട്ട് 7 hours പ്ലാൻ ചെയ്ത പടമാണ്. പിന്നെ ഇവരുടെ ഡേറ്റ് തമ്മിൽ ക്ലാഷ് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവസാനം ഭരതനാഥ് വഴി 2 പേരും ഉപേക്ഷിച്ചു. എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് മുരളിയും മനോജ് കേജനും വെച്ച് ചെയ്യും. അങ്ങനെ ചെയ്തതാണ്. അതൊക്കെ ഇപ്പൊ പറയുമ്പം നമുക്ക് തോന്നും. ഇപ്പം 6-ാം തമ്പുരാന്റെ കാര്യം ചില ആൾക്കാർ ഇവിടെ പറയാറുണ്ട്. ചില ആൾക്കാരല്ല, ഷാജി കൈലാസന്നിയുടെ വെളിപ്പെടുത്തി 6-ാം തമ്പുരാൻ ആദ്യം എന്നെ വെച്ച് ചെയ്യായിരുന്നാണ്. അത് ഇട്ട വഴിക്ക് കുറെ കമന്റ്സ് ഒക്കെ താഴെ വന്നു. അയ്യോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് കുഴപ്പമായി പോയാലും തൊലഞ്ഞു പോയാലെന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റ്സ് വരും. കാരണം ലാലേട്ടൻ അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, അസാധ്യമായിട്ട് ചെയ്തിരിക്കുന്നതല്ലേ. ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരുടേതായ രീതി വരും. ഇപ്പൊ ചമയം എന്ന് പറയുന്നത് ഞാനിപ്പോ പറയുമ്പോഴാണ് അറിയുന്നത് ലാലേട്ടന് വെച്ചിരുന്ന ക്യാരക്ടറാണ്. ചമയം ഇപ്പൊ കണ്ടിട്ട് ഇത്ര നാള് കണ്ടിട്ട് ആളുകൾ അതിനെ ഒന്നും മോശം പറഞ്ഞിട്ടില്ല. അത് എന്റേതായ വർഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടന് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഈ സംസാരത്തിലാണ് അറിയാതെ അതിലേക്ക് കമ്പാരിസൺ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ കഴിവനുസരിച്ച് അത്രേ ഉള്ളൂ. ഈ പിന്നെ ചമയത്തിൽ നമുക്ക് മാറി അല്ലെ വെങ്കലത്തിലേക്ക് വരുന്ന സമയത്തുണ്ടായ ഒരു പിന്നെ അതിനുശേഷമുള്ള കോമ്പിനേഷൻ കുറഞ്ഞല്ലോ പെട്ടെന്ന്. കാരണം അത് മലയാളികൾ ഏറ്റവും ഇഷ്ടം. പിന്നെ അദ്ദേഹത്തിന് വഴി ഞാൻ എന്റെ വഴിയായില്ലേ. കാരണം ഞാൻ ഹീറോ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പടം ധാരാളം വന്നു. മറ്റെല്ലാവരും സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഈക്വൽ റോൾ. ചമയത്തിലേക്ക് ഈക്വൽ റോളാണ്, വെങ്കലത്തിലെ ഈക്വൽ റോളാണ്. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ ഹീറോ കാറ്റഗറിയിലേക്ക് പാളയൊക്കെ ചെയ്ത് പിന്നെ മാറി ഞാൻ ഒരുപാട് നായക ചിത്രങ്ങളിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വഴിക്ക് അദ്ദേഹം ഒറ്റയ്ക്കുള്ള പടങ്ങൾ അദ്ദേഹം ചെയ്തു തുടങ്ങി. അങ്ങനെയാണ്. സർഗത്തിലെ കുട്ടൻ തമ്പുരാനിൽ നിന്നും ദിഗംബരനിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ്? സന്തോഷ് ദിഗംബരൻ ഏതാണ് ബെറ്റർ നമുക്ക് ഞെട്ടിപ്പോകുന്നതാണ്? കുട്ടൻ തമ്പുരാനാണോ ദിഗംബരനാണോ? ഈ രണ്ടിൽ ആരാണ്? കുട്ടൻ തമ്പുരാൻ ഒരിക്കലും ഇതുപോലെയുള്ള കുഴപ്പക്കാരനല്ലോ. കുട്ടൻ തമ്പുരാൻ ഫിക്സിന്റെ അസുഖമുണ്ട്. കൂട്ടുകാരനെ ആത്മാർത്ഥത സ്നേഹിക്കുന്നു, അവന് വേണ്ടി എന്തും ചെയ്യും. അവന് വേണ്ടി ആത്മഹത്യ വരെ ചെയ്ത ആളാണ് കുട്ടൻ തമ്പുരാൻ. ഈ ദിഗംബരൻ ഇതുപോലും ചെയ്യും. അയാളുടെ ഉള്ളിൽ പക മാത്രമല്ലേ ഉള്ളൂ. ഈ മാടമ്പി തറവാടുമായിട്ടുള്ള കടുത്ത വൈരാഗ്യവുമായിട്ട് നടക്കുന്ന ദുർമന്ത്രവാദിയായ ബ്ലാക്ക് മജീഷ്യനായ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും കണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒരു ആക്ടർ പെട്ടുപോകുന്ന ക്യാരക്ടറാണ്. ഇത് എവിടെ കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അയാളുടെ ഒരു മാനറിസം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുക? സ്ക്രിപ്റ്റില് സുനിൽ പരമേശ്വരൻ എഴുതി വെച്ചിട്ടുണ്ട്, അത്യാവശ്യ കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലതും ആ സെറ്റിൽ വെച്ച് ഓൺ ദ സ്പോട്ട് സന്തോഷം ചെയ്യിച്ചാണ്. അതിൻ്റെ ഹൃദയരേഖ, ഭാഗ്യരേഖ, ആയുർരേഖ എന്തോ ഒരു സംഭവം പറയുന്നില്ലേ, അതൊക്കെ ഓൺ ദ സ്പോട്ട്. അത് ചലനം കൂടുതൽ പ്രതിഫലിച്ചിത്രമായിരുന്നല്ലേ? ഡയറക്ടറുടെ മികവാണ്. അദ്ദേഹം ക്യാമറ മാക്സിമം എന്തൊക്കെ ക്യാപ്ചർ ചെയ്യും അതൊക്കെ എടുക്കുന്ന അവരുടെ മികവ് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ ദ്രോണയിലും ശരിക്കും ഒരു വ്യത്യസ്തമായൊരു ക്ലൈമാക്സിൽ ഏളൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വെളിവാകുന്ന ഒരു സീനാണ് ക്ലൈമാക്സ്. അതെവിടെയാണ് എന്റെ ഹൈലൈറ്റ്. ആ ക്യാരക്ടറിന്റെ വേറെ ലെവല് കാണിക്കുന്നതാണ്. കാരണം അതുവരെ ഇയാളൊരു നോർമൽ ക്യാരക്ടറായിട്ട് ഇങ്ങനെ നടന്നു, ഒരു വില്ലനി ടച്ച് ഉണ്ടെന്ന് തോന്നും. പക്ഷെ അവസാനമായി കഴിയുമ്പോൾ വീടിലൊരു സ്ത്രീ ഉണ്ടെന്ന് ഇയാളാണ് ഈ കുറ്റകൃത്യം മുഴുവൻ ചെയ്തിരിക്കുന്ന മമ്മൂക്കായ്ക്ക് മനസ്സിലാകുന്ന, പുള്ളിയുടെ ഒരു ദിവ്യ ദൃശ്യം മനസ്സിലാകുന്ന സീനാണ്. പക്ഷെ മമ്മൂക്ക അവിടെ സൈലന്റ് ആണ്. ഇയാളുടെ ഇയാളുടെ പെർഫോമൻസ് ആണ്, എന്റെ ആ ക്യാരക്ടറിന്റെ പെർഫോമൻസ് ആണ് ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അത് ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് സ്ത്രീയാവുകയും
ഇത് മാറണമല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടഫായിരുന്നു. കാരണം എനിക്ക് സത്യം പറഞ്ഞ ഇതിപ്പോ നമുക്ക് ഇതുപോലെ ചെയ്ത് പരിചയമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അന്യന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഒരു പരിധി വരെ അന്യന്റെ തുടക്കം അങ്ങനെ പറയുന്നല്ലേ. അറിയില്ല, ആ ഒരു സിറ്റുവേഷൻ ആ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം അതാണ്. അയാൾ അവിടെ വെച്ചാണ് അയാളാന്ന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് സ്ത്രൈണം കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് വീണ്ടും മാറണം, ആണായിട്ട് മാറുന്നത് അത് ടഫാണ്. നമുക്ക് അതിനടുത്ത് ആദ്യം ചോദിച്ചു ഇതെങ്ങനെ ചെയ്യാൻ പോകും, അപ്പൊ ഇതെടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നോക്കാം. സ്ത്രീ പറഞ്ഞില്ല വേഷം സാധാരണ വേഷമൊക്കെ എന്റെ പൊന്നു വിനോദമൊക്കെ ഞാൻ ആദ്യം ഭയങ്കര മനസ്സില്ലാതാണ് ആ പടം കമ്മിറ്റ് ചെയ്തത്. MG ശ്രീകുമാറിന്റെ ബ്യൂട്ടി വരികയും എന്നോട് ഈ കഥ പറയും മനോജിന് ഇത് ചെയ്യാൻ പറ്റും, മനോജിനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നപ്പോൾ എനിക്ക് ഭയങ്കരമായ കോൺഫിഡൻസ് ഒക്കെ തന്ന് ഞാൻ ആ പകുതി മനസ്സോടെ ചെയ്യാൻ തീരുമാനിച്ച പടം. കാരണം ഇത് എങ്ങനെ ചെയ്യും, ഓണയിൽ ഇവർ ചെയ്ത് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളു. പക്ഷെ ഇത് ഫുൾ ടൈം ഹിജടയുമാണ്. ഒരു പെട്ടെന്ന് ഒരു ശ്രയണം മാത്രമല്ല, അവർക്ക് ഒരുപാട് ആഴത്തിലുള്ള വിഷയങ്ങളുള്ള ഒരു വലിയ വിഭാഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പൊ അത് നമ്മുടെ മുഖം ചുമ്മാ തമാശക്കളിയല്ല. മറ്റേ വേറെ ചില പടങ്ങളിൽ ഒരു മറ്റേ ഈ ഡാൻസ് പഠിച്ചിട്ട് കുട്ടികൾക്ക് ഡാൻസ് പഠിച്ചിട്ട് എത്താൻ പാടുമെന്ന് പറയുന്ന ആ സാധനം അല്ല. ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് ഗഹനമായ വിഷയങ്ങളുണ്ട്. അപ്പൊ അത് ഒക്കെ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ. പിന്നെ ഒരു ചമ്മലും കേരളത്തിലൊക്കെ ഇത് തിരുവനന്തപുരത്ത് എറണാകുളത്തോ ഫോർട്ട് കൊച്ചിയിലൊക്കെ വെച്ച് ഞാൻ ഈ സാരി കൊടുക്കുന്നത് എനിക്ക് ആ കോൺസെൻട്രേഷൻ പോലും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവസാനം ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു, ചേട്ടാ ചെയ്യാം, ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞു, തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യണം. അല്ല നമുക്ക് തിരുവനന്തപുരത്ത് പ്രദേശത്ത് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ, തഞ്ചാവൂരോ മറ്റേ എന്താ പറയാ മറ്റേ മുന്തൂർപേട്ടയോ അല്ലേ ചേട്ടൻ എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെയാണ് നമുക്ക് ആലോചിക്കാം. അങ്ങനെ തെങ്കാശി കൊണ്ടുവച്ച് ഈ ഷൂട്ട് ചെയ്ത് തീർക്കായിരുന്നു. ചെറിയ ബഡ്ജറ്റിലെടുത്താണ്, അതിൻ്റെതായ പോരായ്മയുള്ള പടത്തിലുണ്ട്. പക്ഷെ ക്യാരക്ടർ നല്ലതായിരുന്നു. ഭയങ്കര എനിക്ക് വൻ ചലഞ്ചിങ് ആയിരുന്നു. നിങ്ങൾ ഈ പറയുന്ന അനന്തഭദ്രമോ സർഗം പോലും പോലല്ല, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയ ക്യാരക്ടറാണ് ഇത്. ഭയങ്കര പാടാന്ന് ഈ സ്ത്രയണം കൊണ്ട് ഒരു കൈ ഇപ്പൊ നമ്മളിപ്പോ കൊടുത്ത് ഇപ്പൊ ഈ കൈ ഇങ്ങനെ ഇപ്പൊ നമ്മളാണ് ഇങ്ങനെ അടിക്കും, ഇങ്ങനെ വെക്കുന്ന ഒരു സാധനം. ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഇത് കണ്ടില്ല ഇപ്പൊ ഇങ്ങനെ ഉണ്ട്, നമ്മളാണെങ്കിൽ അന്നത്തെ വിഷയം ഈ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ പോലും അതിൽ കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതൊരു പടം മുഴുവൻ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ വൻ ചലഞ്ചിങ് ആയിരുന്നു. എനിക്ക് ആ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമാണ്. ഭയങ്കര സന്തോഷ് സൗപർണിക എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ, പുള്ളി നല്ല കഴിവുള്ള ആളാണ്, നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് കുറച്ചുകൂടെ അതിന് ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, മീൻസ് മൊത്തത്തിൽ റിച്ച്നെസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ അത് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. കുക്കിലിയാറും ഒരു വ്യത്യസ്തമായ വിഷയമാണല്ലേ, ഒരു വാണ്ടർ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുത്തൊരു കുക്കിലിയാർ എനിക്ക് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. നേമം പുഷ്പരാജിന്റെ സംവിധാനമായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഇപ്പൊ അയാൾക്ക് ഒരുപാട് ഉള്ളിനുള്ളിൽ ഒരുപാട് വിഷമങ്ങളും വിഷയങ്ങളും വലിയൊരു വേറൊരു ചരിത്രമുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ഒരു രൂപത്തിലും ഭാവത്തിലും ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു തെണ്ടിയെ പോലെ തന്നെ ഒരു പട്ടിയുണ്ട് കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അയാളുടെ ഉള്ളിനുള്ളിൽ ഒരുപാട് ഭാരങ്ങൾ വേദനകൾ ഉള്ള ഒരാളാണ്. ഒരു കുടുംബമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷെ അതൊക്കെ അയാള് പ്രത്യേക ഒരു സാഹചര്യത്തിൽ കളയേണ്ടി വന്നു. ഇങ്ങനെ ഒരു ഭിക്ഷാന്തിയെ പോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരാളായിട്ട് നല്ല കേട്ടായിരുന്നു, നല്ല ഗെറ്റപ്പ് ഒക്കെ ആയിരുന്നു. എനിക്ക് അതിന് ക്രിട്ടിക്സ് അവാർഡ് ചിന്തിക്കാൻ പറ്റാത്ത വേറെ തലത്തിലേക്ക് സാറിന്റെ രചനയിൽ എന്റെ ഗുരുനാഥൻ ഹരിഹരൻ സാറിന്റെ വീണ്ടും കൂടെയുള്ള അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു അവസരം. പിന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് തലക്കൽ ചത്തുവിന്റെ പേരിൽ ക്ഷേത്രം വരെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നോട് ആദ്യം സാറ് ഈ കഥ പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ചെയ്യാൻ പോകുന്ന തലക്കൽ ചന്തുവാണ്, അറിയാമോ അദ്ദേഹത്തിന്റെ പേരിൽ കോഴിക്കോട് വടക്കൻ സൈഡ് ക്ഷേത്രം വരെ ഉള്ളതാണ്. അപ്പൊ അത്രയും ഭീകരമായ അത്രയും അസാധ്യമായ ക്യാരക്ടറാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പഴശ്ശിരാജ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ്, ട്രൈബലാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആദ്യം തന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആയോധന കല മീൻസ് ഇദ്ദേഹം ഭയങ്കര അമ്പും വില്ലും ഉസ്താദാണ്. അതൊക്കെ ഒന്ന് പരിശീലിക്കാൻ പറഞ്ഞിരുന്നു. അതൊക്കെ ആ സെറ്റിൽ ചെന്നതിന് ശേഷം മാത്രം അവിടെ ഒരാളിനെ പുള്ളി വെച്ച് കുറച്ചൊക്കെ നോക്കി. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ തലക്കൽ ചന്തു എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റൗട്ടായിട്ടുള്ള ബോഡി, കാട്ടുവാസിയില്ലേ, അങ്ങനെയുള്ള ബോഡി സ്ട്രക്ചർ ഉള്ള ആളാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ജിം ബോഡിക്കാരനെ അല്ല, അതുപോലെ ഒരു ജിം ഫാൻ അല്ല ഞാൻ.
അപ്പൊ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ജനങ്ങളത് സ്വീകരിച്ചു എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും എന്റെ ഏത് ക്യാരക്ടറിലും അത് മുഖഭാവത്തിലൂടെ ആ ക്യാരക്ടറിനെ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്. അപ്പൊ തലക്കൽ ചന്തുവിന്റെ എക്സ്പ്രഷൻസ് ആണ് ആളുകൾ എപ്പോഴും എടുത്ത് പറയാറുള്ളത്. പ്രത്യേകിച്ച് ആ കൂട്ടിലിട്ടുകളെ കൊല്ലാൻ കൊണ്ടുള്ള നോട്ടവും കാര്യങ്ങളും ആ ഒരു പ്രവരീതയും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. പക്ഷെ കുറെ ആക്ഷൻസും ഒരുപാട് കഷ്ടപ്പെട്ട് എന്റെ ദേഹം മുഴുവൻ കീറി മുറിഞ്ഞ് അഭിനയിച്ചൊരു സിനിമയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട സിനിമയാണ്. പല പല കാടുകളാണ്. തക്കര ഈ കണ്ണൂര് ഒരു കണ്ണവൻ കാടുണ്ട്, അവിടെ കുറെ ഷോട്ട്സ്. പിന്നെ ഇവിടെ ഹൈദരാബാദ് അടുത്ത് അല്ല തിരുപ്പതി അടുത്ത് ഒരു സ്ഥലത്ത് കാട്ടിൽ പല പല കാട്ടുകളിലായിരുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട സിനിമയായതുകൊണ്ടായിരിക്കാം എന്റെ രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് തലക്കൽ ചന്ദ്രനാണ്. ശരിക്കും കഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിന് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. ചുളുവിൽ അവാർഡ് കിട്ടിയിട്ടില്ല. കുട്ടൻ തമ്പുരാൻ ചുളുവിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. തലക്കൽ ചന്തു ചുമ്മാ പോയിട്ട് ഫ്ലൂക്കിൽ മേടിക്കാൻ പറ്റുമില്ല. കളിയച്ചൻ കഥകളി വേഷമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഈ നന്നായിട്ട് കഷ്ടപ്പെട്ട എടുത്ത് മേടിച്ച കിട്ടിയ അവാർഡുകളാണ് ഈ 3 സംസ്ഥാന അവാർഡ്. മലയാളത്തിൽ ഇത്രത്തോളം ചിത്രങ്ങൾ അഭിനയിക്കുമ്പോഴും പെട്ടെന്ന് തമിഴിലെ വിജയനോട് പിന്നെ തെലുങ്കിൽ ഒത്തിരി ചിത്രങ്ങൾ എങ്ങനെയായിരുന്നു പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് അകന്ന് ഇതിലൊക്കെ ചെയ്യുന്നത്? പെട്ടെന്നൊന്നുമല്ല, അത് മലയാളത്തിലൊരു ഗ്യാപ്പ് വന്നു. 98-99 കാലഘട്ടത്തിൽ ഞാൻ ആ സമയത്ത് എടുത്ത വളരെ തോൽവിയായിട്ടുള്ള കുറച്ച് പടങ്ങൾ ചെയ്തു. പടങ്ങളുടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല. 98-99 ഭീകര തോൽവിയായിരുന്നു. അതെല്ലാം ഞാൻ ഒരിക്കലും കമ്മിറ്റ് ചെയ്യാൻ പാടില്ലാത്ത സിനിമകൾ കമ്മിറ്റ് ചെയ്ത് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആ സമയത്ത് എൻ്റെ ആദ്യത്തെ കല്യാണം നടന്നു. മദ്രാസിലേക്ക് ഷിഫ്റ്റായി. അപ്പൊ എനിക്ക് കേരളമായിട്ടുള്ള ഒരു അകൽച്ച വന്നു, മലയാള സിനിമയായിട്ടൊരു അകൽച്ച വന്നു. അത് മാത്രമല്ല ഈ അകൽച്ച മനഃപൂർവ്വം കൂടെ ആയിരുന്നു. കാരണം ചില പടങ്ങളൊക്കെ ആ സമയത്ത് വീണ്ടും വന്നപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി. ഇനിയിപ്പോ ഞാൻ നല്ല ക്യാരക്ടറൊന്നും ഇല്ലാതെ ഇനി മലയാള സിനിമയിലേക്ക് ഇല്ല എന്നുള്ള തീരുമാനം എടുത്ത് കുറച്ചു നേരം മാറിയിരുന്നു. അപ്പൊ ആ സമയത്താണ് തമിഴിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ച ഒരു ഓഫർ വരുന്നത്. ഈ ധൂൾ എന്ന് പറയുന്ന സിനിമ വിക്രമിന്റെ അതിറങ്ങി ഭയങ്കര ഹിറ്റായി. 175 days ഓടി. ഏമരത്തിനും പ്രൊഡ്യൂസ് ചെയ്ത് വിക്രം, തൃശ്ശൂരിലോ റിമാസൻ, ഇവിടെ ജ്യോതിക അവരൊക്കെ ആയിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ആ പടം ഇറങ്ങി എന്റെ ക്യാരക്ടർ ഭയങ്കര ഹിറ്റ്. എന്റെ ക്യാരക്ടർ മലക്കോ മാല ഇട്ടിരിക്കുന്ന എന്നാൽ കുറ്റവാളികളെ കിട്ടി ഇടിക്കാനെന്ന് പറഞ്ഞില്ല, സ്വാമിയല്ലേ. അപ്പൊ അവസാനം മാല ഊരിയിട്ട് പുള്ളി ഇടിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു ഡിഫറെന്റ് നല്ല പരിസരത്ത് താടിയൊക്കെ വളർത്തിട്ടുണ്ട്. സ്വാമിശാണ് സ്വാമിശാണ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അങ്ങനത്തെ ആ ക്യാരക്ടർ ഭയങ്കര ഹിറ്റായി. അതിനെ തുടർന്ന് ഒരു 10-25 സിനിമകളും ഞാൻ തമിഴിൽ ഇന്ന് വരെ ചെയ്തിട്ടുണ്ട്. ചില പടങ്ങൾ അതിന്റെ റീമേക്ക് ആയിട്ട് തെലുങ്കിലും പോയി ചെയ്തു. ഇതുകൊണ്ടിനകത്ത് തെലുങ്കിൽ വർഷം ചെയ്തു. വീടേ നടത്തി. പിന്നെ വേറെ അത് ഉഗ്രനരസിംഹ കന്നഡമാണ്. അതൊരു സിനിമ ഞാൻ കന്നഡത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ 2-3 പടം കൂടെ തെലുങ്കിൽ ചെയ്തു. അത് ജയരാജിന്റെ 2000 എനിക്ക് തോന്നുന്നു 2000 ഇവിടെ നമ്മുടെ കോളത്ത് ഷൂട്ട് ചെയ്തതാണ്. ബീബൽസ. അതിൽ സീമ ബിശ്വാസ് ആയിരുന്നു സെൻട്രൽ ക്യാരക്ടർ. പിന്നെ വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഹിജറ ക്യാരക്ടർ ചെയ്തത്. പക്ഷെ ആ ഹിജറയൊന്നും MG ശ്രീമാർ കണ്ടിട്ടില്ല കേട്ടോ വിളിച്ച്. ആ പടം ആരും കണ്ടിട്ടില്ല. കാരണം ഇറങ്ങിയിട്ടില്ല, റിലീസായിട്ടില്ല. അതിന്റെ ഒരു ശകലങ്ങൾ പോലും യൂട്യൂബിലോ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതങ്ങനെയൊക്കെ പോയ പടം. അന്ന് അവാർഡിന് മറ്റോ ആയിട്ട് എടുത്താണ്. പക്ഷെ അത് അവാർഡിനും എന്തൊക്കെ വിഷയങ്ങൾ വന്നത് മാറിപ്പോയി. അപ്പൊ അതങ്ങനെ ഹിന്ദി പടം പേരിന് പറയാം, ഹിന്ദി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പേരിന് പറയാം. എന്തായാലും മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തു. നല്ല ഹോളിവുഡ് ചിത്രത്തിലേക്ക്, കാരണം മനോജ് കെ ജി എന്ന ആക്ടർ ഹോളിവുഡ് ചിത്രങ്ങളിലേക്കുള്ളതാണ്. താങ്കളുടെ 3 വേഷം മാത്രം മതി. സ്വർഗത്തിൽ കുട്ടനമ്പുര, അന്തോദരത്തിൽ ദിഗംബരൻ, ഈ പറഞ്ഞ പോലത്തെ തലക്കൽ ചന്തു, 3-4 ക്യാരക്ടർ മാത്രം മതി ഹോളിവുഡിലെത്താൻ. ഹോളിവുഡ് ഒന്നും പറയരുത്, ഭാഷ അറിയത്തില്ല. കാരണം മലയാളം തന്നെ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ റേഞ്ച് ക്യാരക്ടറിന് വേറെ ഒന്നും വേണ്ട. അനന്തഭദ്രത്തിലെ ആ ക്യാരക്ടറിന് ഒന്ന് ഹോളിവുഡിലെ ജെയിംസ് കാമറോണൊക്കെ ഒന്ന് കണ്ടോട്ടെ. ഇനി ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ല കോമഡി ആയിട്ട് തോന്നില്ലേ? നിങ്ങൾക്ക് തോന്നില്ലേ? വിനോദിന്റെ ആത്മാർത്ഥം കൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇല്ല, കാരണം ഇത്രയും റേഞ്ചുള്ള നമ്മൾ അഭിനയത്തിന് ഈ പറഞ്ഞ റേഞ്ചുള്ള, അതാണ് ഞാൻ നേരത്തെ വിരലിൽ ഉണ്ടാവുന്ന അഭിനയ പ്രതിഭകളിൽ ഒരാളാണ് താങ്ക് യു ഭരത് ഗോപിയെ പോലെ. അത്രത്തോളം റേഞ്ച് നമ്മളൊരു ക്യാരക്ടർ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ക്യാരക്ടറിന്റെ ഇറങ്ങിച്ചെന്ന് ആ ക്യാരക്ടർ പറയുന്നത് മനോജ് കെ ജനന്റെ അവിടെ
കുട്ടനമ്പുരാനേ ഉള്ളൂ. അനന്തപുരം മലർക്കനില്ല അവിടെ, ദിഗംബരനേ ഉള്ളൂ. അതാണ് അഭിനയത്തിൻ്റെ സന്തോഷം. ഇത്രത്തോളം നേരം താങ്കളുടെ വിലയേറിയ സമയം, എൻ്റെ വിലയേറിയ സമയം ഞങ്ങളുടെ എളിയ ഈ കൊച്ചു യൂട്യൂബ് ചാനലിനോട് സഹകരിച്ച്. തീർച്ചയായും വിനോദിന്റെ ചിരകാല സുഹൃത്താണ്. സിനിമ വന്ന കാലം മുതൽ അറിയുന്ന ആളാണ്, നല്ലൊരു വെൽവിഷറാണ്. അപ്പോൾ വിനോദിന്റെ കൂടെയുള്ള ഈ ഒരു സംവാദം എനിക്ക് ഒരുപാട് സന്തോഷം പകർന്നു തന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കാണാം. താങ്ക് യു കേട്ടോ, സന്തോഷം. താങ്ക് യു സോ മച്ച്.